ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള വനിതാ കമ്മീഷനിലും വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലും ആശാഭവനിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ്സാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ സാനിറ്റേഷൻ വർക്കർ തസ്തികയിലേക്ക് മാർച്ച് 5-ന് അഭിമുഖം നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പും ബയോഡേറ്റയും സഹിതം ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാകണം. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ തീയതിയിൽ 45 വയസ്സ് കവിയരുത്. യോഗ്യത 10ാം ക്ലാസ്സാണ്. പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, ഡ്രൈവിംഗ് അറിയാവുന്ന പുരുഷന്മാർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അടുത്തത് കേരള വനിതാ കമ്മീഷന്റെ തിരുവനന്തപുരം ഓഫീസിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 179 ദിവസത്തേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായിരിക്കും നിയമനം. പ്രതിഫലം പ്രതിദിനം 800 രൂപയാണ് ലഭിക്കുന്നത്. യോഗ്യത +2 ആണ്. കൂടാതെ സർക്കാർ അംഗീകാരമുള്ളതും കുറഞ്ഞത് 6 മാസം ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സ് അല്ലെങ്കിൽ DCIയും ഉണ്ടായിരിക്കണം. അഭികാമ്യ യോഗ്യത MS ഓഫീസ് പരിചയമാണ്. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെയാണ്. അർഹതയുള്ളവർക്ക് ചട്ടപ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ രേഖകളുടെ അസലും പകർപ്പും സഹിതം മാർച്ച് 6 വെള്ളിയാഴ്ച രാവിലെ 9:30-ന് PMGക്ക് സമീപമുള്ള കമ്മീഷൻ ആസ്ഥാനത്ത് ഇൻ്റർവ്യൂവിന് ഹാജരാകണം. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ മാർച്ച് 7-ന് രാവിലെ 11 മണിക്ക് കളക്ടറേറ്റിലെ സബ് കളക്ടറുടെ ചേംബറിൽ നടക്കും. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള കൊമേഴ്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ബിരുദമാണ് യോഗ്യത. 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ, ടാലി എന്നിവയിലുള്ള പ്രാവീണ്യവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം അഭിമുഖത്തിന് നേരിട്ട് പങ്കെടുക്കാവുന്നതാണ്. അടുത്തത് കൊല്ലം ജില്ലയിൽ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസിൽ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് മാർച്ച് 9-ന് രാവിലെ 11 മണിക്ക് ജില്ലാ കളക്ടറുടെ ചേംബറിൽ വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. യോഗ്യത ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അക്കൗണ്ട്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് വിഷയമായ മറ്റ് വിഷയങ്ങളാണ്. 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ തുമ്പമൺ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡെന്റൽ OPയിലേക്ക് സഹായി ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത SSLC ആണ്. കൂടാതെ കുറഞ്ഞത് 6 മാസം ഏതെങ്കിലും ഡെന്റൽ ക്ലിനിക്കിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ളവർക്കും മുൻഗണന ലഭിക്കും. യോഗ്യതയുള്ളവർ മാർച്ച് 9-ന് രാവിലെ 10:30-ന് നടക്കുന്ന അഭിമുഖത്തിൽ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റും സഹിതം ഹാജരാകണം. അടുത്തത് ഇടുക്കി ജില്ലയിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മുള്ളരിങ്ങാട് സബ് സെന്റർ പരിധിയിൽ വരുന്ന 1-19 വാർഡുകളിലേക്ക് ഓരോ ആശാപ്രവർത്തകരെ വീതം നിയമിക്കുന്നതിനുള്ള ഇൻ്റർവ്യൂ മാർച്ച് 6-ന് രാവിലെ 11 മണിക്ക് വണ്ണപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ നടക്കും. യോഗ്യത SSLC ആണ്. പ്രായം 25-നും 45-നും ഇടയിലാണ്. വിവാഹിതരായിരിക്കണം. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ 1-19 വാർഡുകളിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ, പ്രവൃത്തി പരിചയം ഉൾപ്പെടെ അനുബന്ധ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഗവൺമെൻറ് ആശാഭവനിൽ സോഷ്യൽ വർക്കറുടെ ഒഴിവിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. അപേക്ഷകർ മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ഡിസബിലിറ്റി സ്റ്റഡീസിൽ സ്പെഷ്യലൈസേഷനോടെ MSW ബിരുദം നേടിയിരിക്കണം. കൂടാതെ സൈക്യാട്രിക് സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻ്ററുകളിലോ മാനസികാരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങളിലോ കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. സൈക്യാട്രിക് സോഷ്യൽ വർക്കിൽ MPhil ബിരുദമുള്ളവർക്കും മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ, തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം മാർച്ച് 6-ന് രാവിലെ 10:30-ന് കാക്കനാട് സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ സാമൂഹിക നീതി ഓഫീസിൽ നടക്കുന്ന വാക്കിൻ അഭിമുഖത്തിൽ പങ്കെടുക്കണം. അടുത്തത് എറണാകുളം ജില്ലയിൽ ആലുവ സബ് ജയിൽ റോഡ് സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെൻ്ററിലെ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ക്ലാസുകൾ 2026 കൈകാര്യം ചെയ്യുന്നതിന് യോഗ്യതയുള്ള അധ്യാപകരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും സെറ്റ് അല്ലെങ്കിൽ നെറ്റും അഭികാമ്യമാണ്. 1 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉള്ളവരായിരിക്കണം.
ഉണ്ടായിരിക്കണം. ഹോണറേറിയം ഓരോ മണിക്കൂറിന് 500 രൂപ നിരക്കിൽ പ്രതിമാസം പരമാവധി 15,000 രൂപ വരെയാണ് ലഭിക്കുന്നത്. അപേക്ഷകർ നിങ്ങളുടെ ബയോഡാറ്റ, സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം മാർച്ച് 7 വൈകിട്ട് 5 മണിക്ക് മുൻപ് ആലുവ ഗവൺമെൻറ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെൻറ്ററിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ശുചിത്വ മിഷനിൽ ഇന്റേണിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അഭിമുഖം മാർച്ച് 7 രാവിലെ 10:30 കോഴിക്കോട് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടക്കും. യോഗ്യത ബിടെക് അല്ലെങ്കിൽ എംടെക്, എൻവയോൺമെൻറ്റ്, MSc സയൻസ്, MSW, ബിടെക് സിവിൽ, സോഷ്യൽ മീഡിയ പോസ്റ്റും കണ്ടന്റും തയ്യാറാക്കൽ, വീഡിയോ നിർമ്മാണം, എഡിറ്റിംഗ്, പത്രക്കുറിപ്പ് തയ്യാറാക്കൽ എന്നിവ അറിയുന്ന ആശയവിനിമയ ശേഷിയും നേതൃപാഠവും ഉള്ളവർക്ക് പങ്കെടുക്കാം. അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് സെക്യൂരിറ്റി ഗാർഡുമാരെ നിയമിക്കുന്നുണ്ട്. പ്രായപരിധി 60 വയസ്സ് വരെയാണ്. അസൽ രേഖകൾ സഹിതം മാർച്ച് 5 രാവിലെ 9 മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റി ഓഫീസിൽ ഹാജരാവണം. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ സംസ്ഥാന സർക്കാരിന് കീഴിലെ ഏജൻസി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അക്വാകൾച്ചർ നോർത്ത് റീജിയൻ്റെ എരഞ്ഞോളി ഫാമിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ക്ലർക്ക് കം അക്കൗണ്ടന്റ് നിയമനത്തിന് മാർച്ച് 5 രാവിലെ 10:30 അഭിമുഖം നടത്തുന്നുണ്ട്. യോഗ്യത ബികോം, MS ഓഫീസ്, ടാലി, ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ഹയർ, മലയാളം ലോവറാണ്. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം എരഞ്ഞോളി ഫാമിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.